السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما قدر الله حق قدره إذ قالوا ما أنزل الله على بشر من شيء. قل من أنزل الكتاب الذي جاء به موسى نورا وهدى للناس تجعلونه قراطيس تبدونها وتخفون كثيرا وعلمتم ما لم تعلموا أنتم ولا آباؤكم قل الله ثم ذرهم في خوضهم يلعبون. وهذا كتاب أنزلناه مبارك مصدق الذي بين يديه ولتنذر أم القرى ومن حولها والذين يؤمنون بالآخرة يؤمنون به وهم على صلاتهم يحافظون. اتقوا الله عباد الله. ഏറെ സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിന്റെ അനുഗ്രഹം ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും നമ്മിൽ ഓരോരുത്തരിലും വർഷിക്കുമാറാകട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കിത്തരുമാറാകട്ടെ. കടുത്ത ചൂടിൽ, വരൾച്ചയിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ നാട്ടിലുള്ള ഓരോ ആളുകൾക്കും അള്ളാഹു മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവന്റെ കാരുണ്യവർഷം അവൻ നൽകുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഭീകരമായ അന്തരീക്ഷം, അത് സൃഷ്ടിക്കുന്ന ആളുകളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ക്രൂരതകളും അസൂയയും വെറുപ്പും വിദ്വേഷവും ഒക്കെ പ്രചരിപ്പിക്കുന്ന നേതാക്കളിൽ നിന്ന്, ആളുകളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവർക്കും നല്ല ബുദ്ധി അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. പടച്ച റബ്ബ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ അമലുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ നല്ല രൂപത്തിലാക്കി തീർക്കുമാറാകട്ടെ എന്നും ദുആ ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 50-ാമത് ക്ലാസ്സിൽ 91 മുതലുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നാം ഇന്ന് പഠിച്ചു തുടങ്ങുന്നത്. അള്ളാഹു കേൾക്കാനും പറയാനും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അക്കാര്യങ്ങൾ ഓരോന്നും തന്നെ ജീവിതത്തിൽ പുലർത്തി മുന്നോട്ട് പോകാനും പടച്ച റബ്ബ് നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ എന്നും ദുആ ചെയ്യുന്നു. അള്ളാഹുവെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകണേ. 91-ാമത്തെ ആയത്ത്. وما قدر الله حق قدره إذ قالوا ما أنزل الله على بشر من شيء. قل من أنزل الكتاب الذي جاء به موسى نورا وهدى للناس
تجعلونه قراطيس تبدونها وتخفون كثيرا وعلمتم ما لم تعلموا أنتم ولا آباؤكم قل الله ثم ذرهم في خوضهم يلعبون. നമ്മൾ ഈ ആയത്ത് ഈ സ്ലൈഡിൽ എഴുതി കാണിച്ചത് പോലെ 5 ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. വലിയൊരു ആയത്താണ്, പക്ഷെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അതിനെ 5 ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതിൽ ഒന്നാമത്തത് وما قدر الله حق قدره إذ قالوا ما أنزل الله على بشر من شيء. ഒരു മനുഷ്യനും അള്ളാഹു യാതൊന്നും അവതരിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹുവെ വിലയിരുത്തേണ്ട മുറപ്രകാരം വിലയിരുത്താതിരിക്കുകയാണ് അവർ ചെയ്തത്. അള്ളാഹുവെ വിലയിരുത്തേണ്ട മുറപ്രകാരം വിലയിരുത്താതിരിക്കുകയാണ് അവർ ചെയ്തത്. അതിന്റെ അറബി ഏതാ? വമാ ഖദറല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അതാണ് അതിന്റെ അറബി. ഖദറു, ഖദറ വിലയിരുത്തി, ഹഖ്ഖ ഖദ്രിഹി ഖദ്റുൻ വിലയിരുത്തൽ, ഖദറ വിലയിരുത്തി, ഖദറു അവർ വിലയിരുത്തി, കണക്കാക്കി. ആ വാക്ക് നമ്മൾ പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഹഖ്ഖ ഖദ്രിഹി, ഹഖ് മുറപ്രകാരം, ഖദ്രിഹി അവനെ വിലയിരുത്തേണ്ട കണക്കാക്കേണ്ട രൂപത്തിൽ അവർ കണക്കാക്കിയില്ല. എപ്പോ? എന്ന്? ഇദ് ഖാലൂ മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ശൈഇ. ഇദ് ഖാലൂ അവർ പറഞ്ഞ സന്ദർഭം. എന്താ അവർ പറഞ്ഞത്? മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ശൈഇ. ഒരു മനുഷ്യനും അള്ളാഹു ഒന്നും തന്നെ അവതരിപ്പിച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട കാര്യവുമായി കൊണ്ട് അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുന്നു. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് എനിക്ക് വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്നു, ആ ദിവ്യ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, അതാണ് ഈ വേദഗ്രന്ഥം എന്നൊക്കെ അവരോട് പറയുമ്പോ അവർ തിരിച്ചു പറയുന്നത്, എന്ത് വിഡിത്ത പറയുന്നത്, പടച്ചവനെങ്ങനെ മനുഷ്യർക്ക് ഇത്തരത്തിലുള്ള വേദഗ്രന്ഥങ്ങളൊന്നും അവതരിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നിങ്ങനെ അവർ പറയുന്നു. ഇങ്ങനെ പറയുന്ന ആളുകളെ നിങ്ങൾ പടച്ചവനെ കണക്കാക്കേണ്ട വിധത്തിൽ, പടച്ചവനെ വിലയിരുത്തേണ്ട വിധത്തിൽ നിങ്ങൾ വിലയിരുത്തിയിട്ടില്ല എന്നാണ് ആ ആയത്തിന്റെ ആ ഭാഗത്തിന്റെ അർത്ഥം. രണ്ടാമത്തെ ഭാഗം, ഖുൽ മൻ അൻസലൽ കിതാബ അല്ലദീ ജാഅ ബിഹി മൂസാ നൂറൻ വഹുദൻ ലിന്നാസ്. ഖുൽ മൻ അൻസലൽ കിതാബ അല്ലദീ ജാഅ ബിഹി മൂസാ നൂറൻ വഹുദൻ ലിന്നാസ്. പറയുക, എന്നാൽ സത്യപ്രകാശമായിക്കൊണ്ടും നൂറൻ മനുഷ്യർക്ക് മാർഗദർശകമായിക്കൊണ്ടും വഹുദൻ ലിന്നാസ് മൂസ കൊണ്ടുവന്ന ഗ്രന്ഥം അല്ലദീ ജാഅ ബിഹി മൂസ ആരാണ് അവതരിപ്പിച്ചത്? മൻ അൻസലൽ കിതാബ. മനസ്സിലായല്ലോ? പറയുക, ഖുൽ എന്നാൽ സത്യപ്രകാശമായിക്കൊണ്ടും നൂറൻ മനുഷ്യർക്ക് മാർഗദർശകമായിക്കൊണ്ടും വഹുദൻ ലിന്നാസ് മൂസ കൊണ്ടുവന്ന ഗ്രന്ഥം അല്ലദീ ജാഅ ബിഹി മൂസ ആരാണ് അവതരിപ്പിച്ചത്?
മൻ അൻസലൽ കിതാബ. മനസ്സിലായല്ലോ? മൂസാ നബി അലൈഹി ഇസ്ലാം ഒരു ഗ്രന്ഥം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇത് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ജൂതരുമായിട്ട് ഇടപഴകുന്ന ആളുകളാണ്. അവരുടെ ചില ചോദ്യങ്ങളാണ് നിങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നത് എന്ന് അറിയാം നമുക്ക്. ജൂതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വാദഗതികളാണ് നിങ്ങൾ ഇവിടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? നേരത്തെ തൗറാത്ത് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥല്ലേ, പഴയ നിയമം. ആ ഗ്രന്ഥം അവതരിപ്പിച്ചത് ആരാണ്? ആരാണ് മൂസാ നബിക്ക് അങ്ങനെ ഒരു ഗ്രന്ഥം കൊടുത്തത്? സിമ്പിൾ ആയിട്ട് അവരോട് ഒരു ചോദ്യം ചോദിക്കുക, അതിന് മറുപടി പറയാ. ഇനി ആ ഗ്രന്ഥത്തിന്റെ ഒരു അവസ്ഥയും കൂടെ കൂട്ടത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. നിങ്ങൾ വെറുതെ കുട്ടികളൊക്കെ ഈ അവർ പഠിക്കുന്ന പുസ്തകത്തിന് പേജ് കീറി എയറോപ്ലെയിൻ ഉണ്ടാക്കി തോണി ഉണ്ടാക്കി കളിക്കുന്നത് പോലെ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ തജഅലൂനഹു നിങ്ങൾ അതിനെ ആക്കുന്നു, ചെയ്യുന്നു. ഖറാത്തീസ കടലാസ് തുണ്ടുകളാക്കുന്നു. ഖിർതാസുൻ ഖറാത്തീസുൻ നിങ്ങൾ അതിനെ കടലാസ് തുണ്ടുകളാക്കുന്നു. തുബ്ദൂനഹാ വതുഖ്ഫൂന കസീറാ. തുബ്ദൂനഹാ ചില ഭാഗങ്ങൾ നിങ്ങൾ വെളിപ്പെടുത്തുന്നു. ചില കാര്യങ്ങളൊക്കെ ആളുകളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നു, അവരോട് പറയുന്നു, സംസാരിക്കുന്നു. വതുഖ്ഫൂന കസീറാ മറ്റു പലതും നിങ്ങൾ ഒളിച്ചു വെക്കുകയും ചെയ്യുന്നു. തുബ്ദൂന എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് തുഖ്ഫൂന. ബദാ യബ്ദു വെളിവാക്കി. അഖ്ഫ മറച്ചുവെച്ചു. ഖഫിയ തുഖ്ഫൂന നിങ്ങൾ മറച്ചു വെക്കുന്ന പലതും. ചിലതൊക്കെ നിങ്ങൾ വെളിപ്പെടുത്തുകയും മറ്റു പലതും നിങ്ങൾ ഒളിച്ചു വെക്കുകയും ചെയ്യുന്ന വെറും കടലാസ് തുണ്ടുകളാക്കി. അത്രമാത്ര വില മാത്രമേ നിങ്ങൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്, നിങ്ങളുടെ മുമ്പിലുള്ള പഴയ നിയമത്തിന്, തോറക്ക് നിങ്ങൾ നൽകുന്നുള്ളൂ. കൃത്യമാണെങ്കിൽ അള്ളാഹുവിന്റെ വചനങ്ങൾ എന്നുള്ള നിലക്ക് ആ ഗ്രന്ഥത്തിലെ എല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ എന്നുള്ള നിലക്ക് ആ പരിപാടി നിങ്ങൾ ചെയ്യുന്നില്ല. മറിച്ച് അതിൽ പലതും നിങ്ങൾ ഒളിച്ചു വെക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ആ ഒരു വേദഗ്രന്ഥം അതാരാ അവതരിപ്പിച്ചത്? പ്രവാചകന് വഹി ലഭിച്ചിട്ടില്ല, വേദഗ്രന്ഥമൊന്നും ഇറക്കിക്കൊടുത്തിട്ടില്ല എന്ന് വാദിക്കുന്ന ആളുകളെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളിത് പറയുന്നത്? നിങ്ങളുടെ ഈ ഒരു പല്ലവി ഇത് നിങ്ങളുടേതല്ല എന്നറിയാം. നിങ്ങൾ ജൂതയിൽ നിന്ന് കടമെടുത്തിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നറിയാം. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത്ര കൃത്യമായി ചോദിക്കുന്നത്. തൗറാത്ത് മൂസാക്ക് അവതരിപ്പിച്ചു കൊടുത്തത് ആരാണ് എന്ന് നിങ്ങൾ മറുപടി പറയേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് ഇതിനെ നിഷേധിക്കുന്ന, ഖുർആനെ നിഷേധിക്കുന്ന, റസൂലിന് വഹി അവതരിക്കുന്നു എന്ന കാര്യം തള്ളിപ്പറയുന്ന ആളുകളോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അള്ളാഹു ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുക. ശരിക്കും പറഞ്ഞാല് അങ്ങനെ നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങൾ പടച്ചവനെ മനസ്സിലാക്കേണ്ടതിന് രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹുവിന്റെ കഴിവുകളെയാണ് നിഷേധിക്കുന്നത്. അവൻ പ്രവാചകന്മാർ അയക്കുന്നതിനെയാണ് നിഷേധിക്കുന്നത്. അവൻ പ്രവാചകന്മാർക്ക് വഹി നൽകുന്നതിനെയൊക്കെയാണ് നിങ്ങൾ തള്ളിക്കളയുന്നത്. ബാക്കി ഭാഗം وَعُلِّمْتُمْ مَا لَمْ تَعْلَمُوا أَنْتُمْ وَلَا آبَاؤُكُمْ قُلِ اللَّهُ. അതേപോലെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. വഅല്ലിംതും നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? മാലം തഅലമു നിങ്ങൾക്ക് അറിയാത്ത പല വിഷയങ്ങളും. അൻതും നിങ്ങൾക്ക്, വല ആബാവുക്കും നിങ്ങളുടെ പൂർവ്വ പിതാക്കൾക്ക്, നിങ്ങൾക്കോ നിങ്ങളുടെ പിതാക്കന്മാർക്കോ അറിവില്ലാതിരുന്ന പലതും ഈ വേദഗ്രന്ഥത്തിലൂടെ, കഴിഞ്ഞുപോയ തൗറാത്തിലൂടെ, മറ്റു വേദഗ്രന്ഥങ്ങളിലൂടെ നിങ്ങളെ പഠിപ്പിച്ചു തരികയും ചെയ്തില്ലേ? ആരാണ് അങ്ങനെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്? ആരാണ് എന്ന് അവരോട് ചോദിച്ചു നോക്കൂ പ്രവാചകരെ. അതിനുത്തരം നിങ്ങൾ തന്നെ പറയാ. ഖുലില്ലാ, അള്ളാഹു അല്ലേ അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്.
എന്ന കാര്യം അവരോട് കൃത്യമായി പറഞ്ഞേക്കൂ എന്ന്. ആയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും, പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ബോധ്യത്തിലുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ്. ആയത്തിന്റെ അവസാന ഭാഗത്ത് ഈ കാര്യം അവരോട് ചോദിച്ച് അവർ ഉത്തരം പറയാനൊന്നും പോകുന്നില്ല. നിങ്ങൾ തന്നെ അതിന്റെ ഉത്തരവും പറഞ്ഞു കൊടുത്തേക്കൂ. ഇതൊക്കെ പടച്ച റബ്ബാണ് വേദഗ്രന്ഥം നേരത്തെ തൗറാത്ത് അവതരിപ്പിച്ചത്. ആ വേദഗ്രന്ഥങ്ങളിലൂടെ പല നിലക്കുള്ള അറിവുകളും നിങ്ങൾക്ക് നൽകിയത്, നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയത് ഒക്കെ പടച്ച റബ്ബാണ് എന്ന കാര്യം അവരോട് പറഞ്ഞേക്കൂ. എന്നിട്ട് അവരുടെ ആ കളി അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന, അവർ കുതർക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സംഗതികളിൽ വിളയാടാൻ അവരെ അങ്ങ് വിട്ടേക്കുകയും ചെയ്യും. അവരെ വിട്ടേക്കൂ, അവര് വേണ്ട പോലെ ചെയ്തോട്ടെ, പിന്നെ താങ്കളുടെ ബാധ്യതയൊന്നുമല്ല. അവരുടെ ഖൗലിൽ, ഇത് നമ്മൾ നേരത്തെ പല ഭാഗങ്ങളിലായിട്ട് പഠിച്ച വാക്കാണ്, ഇൻഷാ അല്ലാഹ് വിശദീകരണത്തിലേക്ക് വരാം. അവരുടെ കുതന്ത്രങ്ങളിൽ വിളയാടാൻ വേണ്ടി പ്രവാചകരെ അവരെ ഒഴിവാക്കി വിട്ടേക്കൂ എന്നുകൂടെ അവരെ ബോധ്യപ്പെടുത്തിയേക്കൂ എന്നാണ് ഈ ആയത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നത്. ചെറിയൊരു വിശദീകരണത്തിലേക്ക് പോകാം. ഇവിടെ അവർ പറയുന്നത്, അവര് അബദ്ധത്തിൽ പറഞ്ഞു പോകുന്നതാണ്. അള്ളാഹു ഇറക്കിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അള്ളാഹു ഇറക്കിയിട്ടില്ല എന്ന്. അപ്പൊ മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്നറിയോ? പല ആളുകളും പല നിലക്കുള്ള ഇതര ദൈവങ്ങളെ സ്വീകരിക്കുന്നവരായിട്ടും ആ ദൈവങ്ങൾക്കൊക്കെ പേര് വെച്ചപ്പോ അള്ളാഹു എന്ന പേര് ഒരാളും നൽകിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരാളും സ്വീകരിച്ചിട്ടില്ല. അള്ളാഹു എന്ന പേര് ജലാലത്തിന്റെ സ്മൃതി വല്ലാത്തൊരു നാമമാണ്. ഒരാൾക്കും സ്വീകരിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിലുള്ള ഒരു ഭയങ്കരമായ, അല്ലെങ്കിൽ വല്ലാത്ത മഹത്തായ ഒരു പദമാണ് അള്ളാഹു എന്നുള്ളത്. അള്ളാഹു എന്ന് പേര് കേൾക്കുമ്പോ രണ്ട് കൂട്ടരുടെ അവസ്ഥകൾ ഖുർആൻ വിശദീകരിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുന്ന സദസ്സുകളാണ് ഏറ്റവും ഗംഭീരമായ സദസ്സ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അഅ്ലമുൽ മജാലിസ് അസ്റൻ വഅർഫഉഹാ ദറജത്തൻ വഅജല്ലുഹാ ബറകത്തൻ. പണ്ഡിതന്മാർ ഈ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇരിക്കുന്ന, നിങ്ങളൊക്കെ ഇടപെടുന്ന, നിങ്ങളൊക്കെ പങ്കെടുക്കുന്ന പലതരത്തിലുള്ള സദസ്സുകൾ ഉണ്ടാകും. ആ സദസ്സുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സദസ്സ് എന്ന് പറയുന്നത് അൽ മജ്ലിസുല്ലദീ യുദ്കറു ഫീഹി അല്ലാഹ റബ്ബൽ ആലമീൻ. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുന്ന സദസ്സുകൾ ഉണ്ടെങ്കിൽ ആ സദസ്സുകളെക്കാൾ ഗംഭീരമായ മറ്റൊരു സദസ്സിലും നിങ്ങൾ പങ്കെടുത്തിട്ടില്ല. അപ്പോ പടച്ചവനെ സംബന്ധിച്ച് സംസാരിക്കുന്ന സദസ്സുകളാണ് സദസ്സുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങൾ അങ്ങനെ സംബന്ധിക്കുമ്പോ ഏറ്റവും മഹത്തായ ഒരു സദസ്സിലാണ് നിങ്ങൾ ഓരോരുത്തരും പങ്കെടുത്തിരിക്കുന്നത് എന്ന ബോധ്യം വേണം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ, പറച്ചിലുകൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. എന്നാൽ അബദ്ധത്തിൽ അവസാൻ വിഭാരകരായ ആളുകൾ, വലാഖിഫൂനുള്ള സ്നേഹം, ബിംബങ്ങളുടെ മുമ്പിൽ പ്രതിഷ്ഠയർപ്പിക്കുന്ന, അവിടെ തപസ്സിരിക്കുന്ന, വചനമിരിക്കുന്ന ആളുകൾ, അള്ളാഹുവിന് ഒരു വിലയും നൽകാത്ത, ഒരു ഖദർ നൽകാത്ത ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകളുടെ അവസ്ഥകൾ എന്താന്ന് ഖുർആൻ പറഞ്ഞു തരുന്നു. വൈദാ ദുഃഖിറല്ലാഹു വഹ്ദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ വൈദാ ദുഃഖിറല്ലദീന മിൻ ദൂനിഹി ഇദാഹും യസ്തബ്ശിറൂൻ. പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അല്ലാഹു എന്ന് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ ആകെ ഭയവിഹ്വലമായി ചാഞ്ചല്യപ്പെട്ട്
വല്ലാതെ ടെൻഷൻ അടിക്കുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടാകുക. പടച്ചോനെ സംബന്ധിച്ച് പറയുന്നവർക്ക് കേൾക്കാൻ ഇഷ്ടമല്ല. വൈദാ ദുഃഖിറല്ലദീന മിൻ ദൂനിഹി, അല്ലാഹു അല്ലാത്തവരെ സംബന്ധിച്ച് പറയപ്പെടുകയാണെങ്കിൽ ഇദാഹും യസ്തബിശിറൂൻ, അവരുടെ ഹൃദയം ഏറെ സന്തോഷ ചിത്തമായിരിക്കും, അവർ ഏറെ സന്തോഷിക്കും. അപ്പൊ പടച്ചവരെ സംബന്ധിച്ച് പറയുന്നത് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളാണ് പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ. അവർക്ക് കേൾക്കാൻ ഇഷ്ടം അള്ളാഹു അല്ലാത്ത, അള്ളാഹുവിനെ സംബന്ധിച്ചല്ലാത്ത മറ്റു വല്ല വർത്തമാനവും നിങ്ങൾ പറയൂ എന്നാണ് പലപ്പോഴും അവർ പറയാറുള്ളത്. വൈദാ ദക്കർത റബ്ബക ഫിൽ ഖുർആനി വഹ്ദഹു വല്ലൗ അലാ ദബാരിഹിൻ നുഫൂറ, എവിടെയെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ച് മാത്രം പറയപ്പെടുന്ന ഒരവസ്ഥയുണ്ടായാൽ, ഒരു സദസ്സുണ്ടായാൽ, അവിടെ നിന്ന് ചില ആളുകളൊക്കെ പിന്നോട്ട് ഓടിപ്പോകുന്നതായിട്ട് കാണാം. പറയപ്പെട്ടതുപോലെ പരലോകത്ത് വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ മാത്രം പറയപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുക എന്നത് അവർക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ അവർക്ക് സന്തോഷം ഉണ്ടാണെങ്കിൽ പടച്ചവനല്ലാത്ത മറ്റാരെയും സംബന്ധിച്ചൊക്കെ പറയണം. അവരുടെ പ്രീതി, അവരുടേതായ കാര്യങ്ങൾ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കണം, എങ്കിലേ പലർക്കും സന്തോഷം ഉണ്ടാകുള്ളൂ എന്ന് പറയുന്നുണ്ട് ഒരു ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്താ പ്രത്യേകത എന്നറിയോ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇദാ ദുക്കിറല്ലാഹു, വിശ്വാസികൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു കേട്ടാൽ, ഒരു പ്രയാസം ഉണ്ടാകുമ്പോ, എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ, ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ അള്ളാഹുവിനെ സംബന്ധിച്ച് അവരാരെങ്കിലും പറഞ്ഞു കൊടുത്താല് അവർക്ക് വല്ലാത്ത സന്തോഷ, അവരുടെ ഹൃദയങ്ങളിൽ ഒരു നെടുക്കുണ്ടാകും. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അള്ളാഹുവിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതി കേൾപ്പിച്ചു കൊടുത്താൽ അവരുടെ ഈമാൻ വിശ്വാസം വർദ്ധിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനെ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് അവരുടെ മനസ്സിന് മാറ്റം വന്നു. അവരുടെ ഈമാൻ ഉണ്ടായ ആ പാളിച്ചകൾക്ക്, അബദ്ധങ്ങൾക്ക് ഒക്കെ പിന്നെ ക്ലിയറായി, തെറ്റിദ്ധാരണകളൊക്കെ നീങ്ങി. എന്നിട്ടോ വഅലാ റബ്ബിഹി യതവക്കലൂൻ, പടച്ചവനിൽ അവർ ഫലമേൽപ്പിക്കുകയും ചെയ്യും. അല്ലാതെ ആകെ അസ്വസ്ഥരായിട്ട് പ്രയാസം നിറഞ്ഞവരായിട്ട് എന്താണ് ഇങ്ങനെ ഒരു ലോകം, എന്താണ് നമ്മുടെ നാട് ഇങ്ങനെ, ഇവരെ കൊണ്ട് എന്താ ചെയ്യുക, കാട്ടുക, രാജ്യം എന്താകും, നമ്മളെ കുട്ടികളുടെ അവസ്ഥ എന്താകും, നമ്മളെന്താകും എന്നിങ്ങനെ ആലോചിച്ച് ബേജാറായി ടെൻഷനടിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ആളുകളല്ല. കാരണം അവർ പടച്ച റബ്ബിൽ വിശ്വസിക്കുന്നു. അള്ളാഹുവിന്റെ പേര് കേൾക്കുക തന്നെ ചെയ്താൽ, ആരെങ്കിലും പറയുന്നത് കേട്ടാൽ പോലും അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു പ്രത്യേകമായ നടുക്കം അനുഭവപ്പെടുക ചെയ്യുക. അതേപോലെ അള്ളാഹുവിന്റെ ആയത്തുകൾ അവർ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ, അവർ പഠിച്ചാലോ അറിഞ്ഞാലോ അതിനേക്കാളുണ്ടാകും, അവരുടെ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവർക്ക് അവരുടെ റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഒന്നിനെയും ഭയപ്പെടാതെ സധൈര്യം മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നു. ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളും അതൊക്കെ ആയിട്ട് വന്നാലും പടച്ചവൻ വിധിച്ചതാണ് സംഭവിക്കുക. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ തടുക്കാൻ ആരുമില്ല. പടച്ചവൻ ഉണ്ടാകണമെന്ന് തീരുമാനിച്ച കാര്യത്തെ തടുക്കാൻ ആർക്കും കഴിയില്ല, ഉണ്ടാവരുത് എന്ന് തീരുമാനിച്ച കാര്യത്തെ തരാനും ആർക്കും കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിത്തീരും ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്നാണ്. അറിയാലോ, വിശദീകരണം ആവശ്യമല്ല. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അതോടൊപ്പം അള്ളാഹുവിന്റെ ദിക്ർ, ആ ഓർമ്മ നിലനിൽക്കുന്നിടത്തോളം കാലം അവരുടെ ഹൃദയങ്ങൾ ശാന്തമായിക്കൊണ്ടിരിക്കും, കലുഷിതമാവില്ല. നല്ല ചൂടുള്ള സമയത്ത് സുന്ദരമായൊരു മഴ ലഭിക്കുന്നത് പോലെ അതേപോലെ മനസ്സിലേക്ക്
അല്ലാഹുവിന്റെ കാരുണ്യം, അല്ലാഹുവിൽ നിന്നുള്ള സമാധാനം, ശാന്തത അവരുടെ മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു എന്ന ഓർമ്മ നിലനിർത്തുകയാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ നിലനിർത്തുകയാണ് ഹൃദയങ്ങൾ ശാന്തമാകാനുള്ള ഒരേ ഒരു വഴി. മറ്റു വഴികളൊന്നുമില്ല. പടച്ചവനെ സംബന്ധിച്ചുള്ള ഓർമ്മയും ചിന്തയും അതുമായിട്ടുള്ള സംഗതികളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് സമാധാനം കിട്ടാനുള്ള ഏറ്റവും വലിയ വഴി. അതിന്റെ മുമ്പിൽ അങ്ങനെയാകുമ്പോൾ ഒന്നിനെയും ഭയപ്പെടാതെ നിങ്ങൾക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ഇതാണ് പടച്ച റബ്ബിനെ സംബന്ധിച്ചുള്ള രണ്ട് വിഭാഗം ആളുകളുടെ സ്വഭാവം എന്നാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പൊ ആർക്കാണ് പടച്ചവന്റെ നൽകേണ്ട വില നൽകാൻ സാധിക്കുന്നത്? പടച്ചവന് നൽകേണ്ട വില നൽകാൻ സാധിക്കുന്നത് പടച്ചവൻ അവന് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ, അവന്റെ കുതിരത്തെ സംബന്ധിച്ച്, അവന്റെ ഖദറിനെ സംബന്ധിച്ചൊക്കെ ബോധ്യപ്പെടുന്ന ആളുകൾക്ക് അത് സാധിക്കുമെന്ന ഒരു സംഭവം ഉണ്ടല്ലോ. സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിൽ ഒരു ചെറിയ പക്ഷി സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ സദസ്സിലേക്ക് നേരം വൈകി വരുന്ന ഒരു കഥ ഉണ്ടല്ലോ. അവിടെ തൊട്ടടുത്ത രാജ്യത്ത് അള്ളാഹു അല്ലാത്ത ശക്തികളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് ഈ ഹുദ്ഹുദ് വന്നിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമയോട് സംസാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താ ആ സംസാരിക്കുന്ന അറിയോ? നമ്മൾ പലപ്പോഴും നമുക്ക് നേരിട്ട് കാണുന്ന പല വസ്തുക്കളിലൂടെയും പടച്ചവനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ നമ്മൾ സ്വന്തം അനുഭവിക്കുന്ന പല വിഷയങ്ങളും കൊണ്ടും പടച്ചവന്റെ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പടച്ചവന് ഖദർ, അവന്റെ വിലയെന്താണ്, നിലയെന്താണ് എന്ന് പടച്ചവന് വകവെച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇവിടെ കേവലം ചെറിയ ഹുദ്ഹുദ് എന്ന് ഒരു ചെറിയ പക്ഷി മനസ്സിലാക്കിയ അള്ളാഹുവിന്റെ വഹിദാനിയത്തിന്റെ, അവന്റെ റുബൂബിയത്തിന്റെ, അവന്റെ ഏകത്വത്തിന്റെ, അവന് മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നതിന്റെ ചില കാര്യങ്ങൾ ആ പക്ഷി വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അതും പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. നമുക്ക് അധികം നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല, കുറഞ്ഞ സമയം കൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാം. എന്താണ് എന്ന് പറയുന്നത്? അല്ലാ യസ്ജുദു ലില്ലാഹില്ലദീ യുഖ്രിജുൽ ഖബ്അ ഫിസ്സമാവാതി വൽ അർദ് വയഅലമു മാ തുഖ്ഫൂന വമാ തുഅ്ലിനൂൻ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ അസീം. സൂറത്തുൽ നംലിലെ 25-26 ആയത്തുകൾ. ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞു കിടക്കുന്നത് പുറത്തു കൊണ്ടുവരികയും, പക്ഷി ചോദിക്കുക, നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിനെ അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ, സുജൂദ് ചെയ്യാതിരിക്കാൻ, ഇബാദത്ത് ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാചി അവരെ വഴിതിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. മഹത്തായ സിംഹാസനത്തിന്റെ നാഥനായ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവവുമില്ലല്ലോ. അൽ അർഷിൽ അലീം, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാ. അൽ അർഷിൽ അലീം, മഹത്തായ സിംഹാസനത്തിന്റെ നാഥനായ അള്ളാഹു അല്ലാതെ മറ്റാരും ഒരു ദൈവമില്ല എന്ന് റബ്ബുൽ അർഷിൽ അലീം എന്ന് ആ മഹാനായ അള്ളാഹുവിന് നമ്മൾ കുനിഞ്ഞു നിന്നിട്ട് പറയുന്നില്ലേ? റുക്കൂ ചെയ്തുകൊണ്ട് പറയുന്നില്ലേ? എന്താ പറയുന്നത്? സുബ്ഹാന റബ്ബിയൽ അലീം. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളെ തല കുനിച്ചു വെച്ച്, നമ്മുടെ മുതുക് കുനിച്ചു വെച്ച് നമ്മൾ പറയുന്ന കാര്യമാണ്, അലീമായ മഹാനായ അള്ളാഹുവെ നിന്നെ ഞാൻ വാഴ്ത്തുന്നു, പാടിപ്പുകഴ്ത്തുന്നു എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോ കേവലം ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ചെറിയ ചെറിയ പക്ഷികൾക്ക് പോലും ഇത്തരത്തിലുള്ള മഹത്തായ രഹസ്യങ്ങൾ, ഈ പ്രപഞ്ചത്തിലുള്ള പല കാര്യങ്ങളും കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യരെ, നിങ്ങൾ ഇത്രയും വലിയ വമ്പന്മാരായ ആളുകളായിരുന്നിട്ടും ജീവിതത്തിൽ സംഭവിക്കുന്ന പല വിഷയങ്ങളും വെച്ചുകൊണ്ട് പടച്ചവനെ അറിയുകയും പടച്ചവനെ മനസ്സിലാക്കേണ്ട വില നിങ്ങൾ കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട്. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചു പോകുന്നത്. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി എന്ന് 3 തവണയാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. അർത്ഥം എന്തായിരുന്നു?
അള്ളാഹുവിന് നൽകേണ്ട യഥാർത്ഥ നിലപാട് വില അവർ നൽകിയില്ല എന്നാണല്ലോ. ഈ മറ്റു രണ്ട് സന്ദർഭങ്ങളും ഇതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഏകത്വത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന ശിർക്കിനെ സംബന്ധിച്ച് പറയുന്ന ഭാഗങ്ങളിലാണ് ആ രണ്ട് ഭാഗങ്ങളിൽ ആ രണ്ട് ആയത്തുകളും വന്നിട്ടുള്ളത്. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി വല്ലർളു ജമീഅൻ ഖബലത്ഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാത്തുൻ ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. വല്ലർളു ജമീഅൻ ഖബലത്ഹു യൗമൽ ഖിയാമ, ഭൂമി ഒന്നായിട്ട് അള്ളാഹു പരലോക ദിവസത്തിൽ അവസാന ദിവസത്തിൽ കൂട്ടിപ്പിടിക്കുന്നതാണ്. വസ്സമാവാതു മത്വിയാത്തുൻ ബിയമീനിഹി, ആകാശങ്ങളെല്ലാം തന്നെ പടച്ചവന്റെ വലത് കൈയിൽ ചുരുട്ടിപ്പിടിച്ചിട്ടുണ്ട്. സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്നൊക്കെ പടച്ചവൻ എത്രമാത്രം പരിശുദ്ധനാണ്. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, എന്നിട്ടും പടച്ചവൻ അവർ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കിയില്ലല്ലോ എന്നാണ് ഒരു ആയത്ത് സൂറത്ത് സുമറിലെ. വേറെ ആയത്ത് വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ് എന്ന് പറയുന്നത് കേവലം നിസ്സാരമായ ജീവികളെ, കൊതുകിന്റെ അതേപോലെ മറ്റു ജീവജാലങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ട് മനുഷ്യൻ പ്രാർത്ഥന നടത്തുന്ന ഈ ആളുകളൊക്കെ എത്ര ദുർബലരാ, മനുഷ്യൻ എന്ത് ചെയ്തു കൊടുക്കാൻ അവർക്ക് സാധിക്കുക. മത്ലൂബ്, ചോദിക്കുന്നവനും ചോദിക്കപ്പെട്ടവനും ഒക്കെ എത്ര ദുർബലരാ. മനുഷ്യൻ ആവശ്യങ്ങൾ ചോദിച്ച് അത് നിർവഹിച്ചു കൊടുക്കാൻ ഇവർക്കൊക്കെ കഴിയോ എന്ന് പറഞ്ഞിടത്താണ് പടച്ചോന് നൽകേണ്ട വില അവർ നൽകിയിട്ടില്ല. പടച്ചോന് നൽകേണ്ട വില കൃത്യമായി അവർ നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ പടച്ചോനോടല്ല ചോദിക്കുക പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന മറ്റൊരു ഭാഗത്താണ് ഈ രണ്ടായത്തുകൾ ഉള്ളത് എന്ന് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇനി ഒരു ചോദ്യം, എന്താ ചോദ്യം എന്നറിയോ? ഹഖ ഖദ്രിഹി, പടച്ചോനെ മനസ്സിലാക്കേണ്ട യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾ മെനക്കെട്ടിട്ടില്ല എന്നാണല്ലോ പറഞ്ഞത്. പടച്ചോനെ നമുക്ക് യഥാർത്ഥത്തിൽ ഹക്കായിട്ടും അതിന് മുറപ്രകാരം മനസ്സിലാക്കാൻ നമുക്ക് കഴിയോ? ആർക്കെങ്കിലും കഴിയോ? പിന്നെ എന്താണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം? അൽ ഖദർ എന്ന് പറഞ്ഞാൽ മഅരിഫത്തുൽ മിഖ്ദാർ എന്നാണ്, തോത് അറിയുക, അളവ് അറിയുക എന്നാണ്. ഒന്നിന്റെ വിസ്താരം എത്രയാണ്, നീളം എത്രയാണ്, തൂക്കം എത്രയാണ്, അതിന്റെ അളവ് എത്രയാണ് എന്നിങ്ങനെ അറിയുന്നതിനാണ് ഖദർ എന്ന് പറയാ. മിഖ്ദാർ എന്ന് നമ്മൾ പറയല്ലോ. ഓരോന്നിന്റെയും തൂക്കാണെങ്കിൽ തൂക്കം, നീളാണെങ്കിൽ അങ്ങനെ, വിസ്താരാണെങ്കിൽ അങ്ങനെ, ഓരോന്നിന്റെയും അനുസരിച്ചുള്ള ആ അളവ് അറിയുന്നതിനെയാണ് മിഖ്ദാർ അൽ ഖദർ എന്ന് പറയുന്നത്. പടച്ചോന്റെ ഈ ഖദർ എങ്ങനെ നമുക്കറിയാൻ സാധിക്കും? അവന്റെ തൂക്കറിയാനോ? അവന്റെ ഒഴിവില്ല. അവന്റെ മറ്റേ എന്ത് തരത്തിലാണ് പിന്നെ നമ്മൾ അറിയേണ്ടത്? ലാ നഖ്ദിറു അലൈഹി, നമുക്കതിന് കഴിയില്ല. നഹ്നുൽ ബശർ, നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യർ മാത്രമാണ്. പിന്നെ എങ്ങനെ നമുക്കറിയാൻ, എങ്ങനെ പടച്ചോനെ നമ്മൾ അറിയണം? ഇതാണ് ചോദ്യം. അതിന് പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണം എങ്ങനെ? നമ്മുടെ താക്കത്തനുസരിച്ച്, നമ്മുടെ കഴിവനുസരിച്ച് മാത്രമേ റബ്ബിനെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അലാ ഖദ്രി മാ തലബ മിന്ന, രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബിനെ അറിയാൻ വേണ്ടി നമുക്ക് നിശ്ചയിച്ചു തന്ന ഒരളവുണ്ട്, ഒരു കഴിവുണ്ട്. അതിനനുസരിച്ച് മാത്രമേ നമുക്ക് പടച്ചോനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ഉദാഹരണം പറയാം. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയാണ്, ഫഖദ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത ലൈലത്തിൻ, ഒരു ദിവസം രാത്രി നോക്കുമ്പോ കുറെ കഴിഞ്ഞപ്പോ ഞാനും റസൂലും കൂടെ ഒന്നിച്ച് ഉറങ്ങാൻ കിടന്നതാണ്. കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോ റസൂലുള്ളാഹിനെ കാണുന്നില്ല കിടക്കയില്, കിടക്കുന്ന നേരത്ത്. മിൻ ഫിറാശിഹി ഫൽതമസ്തുഹു, അങ്ങനെ ഇരുട്ടത്ത് ഞാൻ റസൂൽ എവിടെ പോയി നോക്കിയാണ്, ഞാൻ തപ്പി നോക്കുകയാണ്, ഇരുട്ടത്ത് ഇങ്ങനെ തപ്പി നോക്കുകയാണ്. എന്റെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീട്ടിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ റസൂലിന്റെ കാലിന്റെ ആ പള്ളഭാഗത്ത് എന്റെ കൈ സ്പർശിച്ചു. വഹുവ ഫിൽ മസ്ജിദ്, റസൂല് പള്ളിയിലാണ്. റസൂലിന്റെ വീടും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടും പള്ളിയും തമ്മിൽ ഒരു ചെറിയ മറയുടെ
ചുമരില്ലല്ലോ, മറച്ച ഒരു ചെറിയ മറയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പൊ റസൂല് ആ പള്ളിയിലാണുള്ളത്. വഹുമാ മൻസൂബത്താനി, റസൂലിന്റെ ആ കാല് സുജൂദിലായിരിക്കുക മറ്റോ നീട്ടിവെച്ച അവസ്ഥയിലാണ്. എന്നിട്ട് റസൂല് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ. അപ്പൊ റസൂലിനെ കാണാനില്ല. നോക്കുമ്പോ രാത്രി ഉറങ്ങാൻ കിടന്നതാണ്, റസൂലിനെ കാണില്ല. എവിടെയാ റസൂല് പോയത്? ഞാനിങ്ങനെ തപ്പി നോക്കുമ്പോണ്ട് എന്റെ കൈ റസൂലിന്റെ കാലിന്റെ പള്ളയെ സ്പർശിക്കുകയാണ്. ഞാൻ നോക്കുമ്പോ റസൂല് പറയുന്നതായിട്ട് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നു. എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സഖതിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വഅഊദു ബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ സനൈത അലാ നഫ്സിക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സഖതിക, പടച്ചോനെ നിന്റെ തൃപ്തി ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നിന്റെ കോപത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. വബിമുആഫാതിക മിൻ ഉഖൂബതിക, നിന്റെ ശിക്ഷയിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുകയും നിന്റെ പാപമോചനവും നീ നൽകുന്ന രക്ഷയും സമാധാനവും നിന്റെ മുആഫാത്തും നിന്റെ വിട്ടുവീഴ്ചയും എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടാകണേ എന്ന് റബ്ബേ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. വഅഊദു ബിക മിൻക, പടച്ചോനെ നിന്നോടല്ലാതെ മറ്റാരോടാണ് ഞാൻ ശരണം തേടാൻ, രക്ഷ ചോദിക്കാൻ? നിന്നോടല്ലാതെ മറ്റൊരാളോടും എനിക്ക് ശരണം ചോദിക്കാനില്ല, രക്ഷ ചോദിക്കാനില്ല. ലാ ഉഹ്സി സനാഅൻ അലൈക, പടച്ചോനെ നിന്നെ എങ്ങനെയാണ് സ്തുതിക്കേണ്ടത്, പാടിപ്പുകഴ്ത്തേണ്ടത് എന്ന് എനിക്കറിയില്ല, എനിക്ക് കൃത്യപ്പെടുത്താൻ അറിയില്ല. എത്രയാണ് നിന്നെ സ്തുതിക്കേണ്ടത്, അതിന്റെ അളവ് എത്രയാ, എങ്ങനെയാണ് നിന്റെ മഹത്വങ്ങൾ ഞാൻ പറയേണ്ടത്? അൻത കമാ സനൈത അലാ നഫ്സിക, പടച്ചോനെ നീ നിന്നെ എങ്ങനെയൊക്കെ പരിചയപ്പെടുത്തി, നിന്നെ എങ്ങനെയൊക്കെ പുകഴ്ത്തി പറഞ്ഞ് നീ പറഞ്ഞു തന്നോ, ആ വാക്കുകൾ പറയാനല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് പറയാനോ ചെയ്യാനോ ഞങ്ങളെ കൊണ്ടാവില്ല പടച്ചോനെ. അപ്പോ നീ പറഞ്ഞു തന്ന ആ വാക്കുകൾ വെച്ചുകൊണ്ട്, ആ പദങ്ങൾ വെച്ചുകൊണ്ട് നിന്നെ പാടി പുകഴ്ത്തുകയും നിന്റെ സനാവുകൾ, നിന്നെ സംബന്ധിച്ചുള്ള പുകഴ്ത്തലുകൾ കമാ സനൈത അലാ നഫ്സിക്, നീ നിന്റെ സ്വന്തത്തിൽ നിന്നെ എങ്ങനെയൊക്കെയാണോ പുകഴ്ത്തിയത് അതേപോലെയൊക്കെ പുകഴ്ത്താനേ എനിക്ക് കഴിയുള്ളൂ, സ്തുതിക്കാനേ എനിക്ക് കഴിയുള്ളൂ. അല്ലാതെ ഇതിന്റെ പരിധി നിശ്ചയിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുജൂദിൽ കിടന്ന് പറയുന്നുണ്ട് എന്നാണ്. ഇതേപോലെ പടച്ചവൻ പഠിപ്പിച്ചു തന്ന കുറെ വാക്കുകളില്ലേ, അള്ളാഹുവിന്റെ ഖദർ അറിയാൻ, ഖദീർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നൊക്കെ പറഞ്ഞ പടച്ചവന്റെ കഴിവുകൾ, നിന്റെ കഴിവിൽ അല്ലാതെ മറ്റെന്ത് കഴിവാണ് എനിക്കുള്ളത്, നീ എല്ലാറ്റിനും കഴിവുള്ളവരാണല്ലോ എന്നൊക്കെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്ന, പഠിപ്പിച്ചു തന്ന ആ വാക്കുകൾ അങ്ങനെ പറയാൻ മാത്രമേ നമുക്കൊക്കെ കഴിയൂ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് പടച്ചവനെ സംബന്ധിച്ച് മനസ്സിലാക്കാവുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടല്ലോ. എന്തൊക്കെയാണത്? അള്ളാഹു സർവ്വലോക നിയന്താവാണ്, സർവജ്ഞനാണ്, യുക്തിമാനാണ്, സർവശക്തനാണ്, കാരുണ്യവാനാണ്. മനുഷ്യന്റെ പ്രകൃതിയെ സംബന്ധിച്ച്, അവന്റെ വിജയ പരാജയങ്ങളെ കുറിച്ച് എന്നേക്കാൾ മനുഷ്യരെക്കാൾ അറിയുന്നവൻ, എല്ലാ മനുഷ്യരെക്കാളും അറിയുന്നവനാണ്. അവർക്ക് വേണ്ടുന്ന മാർഗദർശനങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകാനുള്ള പരിപാടികൾ ഓരോന്നും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പടച്ചറബ്ബാണ്. അവൻ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളുമൊക്കെ അങ്ങനെയുള്ള മാർഗദർശനങ്ങളുടെയും മാർഗനിർദ്ദേശങ്ങളുടെയും ഒക്കെ കണ്ണികളാണ്. എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പടച്ചവനെ കണ്ടെത്താനും പടച്ചവനെ മനസ്സിലാക്കാനും അവന്റെ ഖദർ തിരിച്ചറിയാനല്ലാതെ നമുക്ക് മറ്റെന്തിനാണ് കഴിയുക? ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി കുറച്ച് സമയം കൂടെ, 45 വരെയാണ്, നമ്മൾ 6 മിനിറ്റ് കൂടെ ബാക്കി ഇൻഷാ അല്ലാഹ്. ആയത്തിന്റെ ബാക്കി ഭാഗം, മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ശൈഇ
എന്ത് പറഞ്ഞിട്ടാണ് അവരെ, എന്ത് പറഞ്ഞതുകൊണ്ടാണ് ഈ ആളുകളെ ഇത്രമാത്രം ശക്തമായ വിധത്തിൽ പടച്ചോനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഖുർആൻ പറഞ്ഞത്? എന്ത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്? അവർ പറഞ്ഞത് ഇതാണ്: മനുഷ്യന് അള്ളാഹു ഒന്നും തന്നെ ഇങ്ങനെ ഒന്നും തന്നെ ഇറക്കി കൊടുത്തിട്ടില്ല എന്ന്. ഒരു മനുഷ്യന്, കേവലം ഒരു മനുഷ്യന് ഇത്രയും ഒരു ഗ്രന്ഥം ഇറക്കി കൊടുക്കുക അള്ളാഹു എന്ന് ചോദിച്ച ആ വാദം, മുശ്രിക്കുകളെ, ഇത് നിങ്ങൾ യഹൂദികളിൽ നിന്ന് അവർ പടച്ചുണ്ടാക്കി അവർ നിങ്ങളെ പഠിപ്പിച്ച കാര്യമാണ്. അത് നിങ്ങൾ ഏറ്റുപാടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്കുമൊക്കെ നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ വേദഗ്രന്ഥത്തിലൂടെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ പറയാ ഇതൊക്കെ ഞങ്ങൾ സ്വന്തം ഉണ്ടാക്കിയ അറിവ, ഇങ്ങനൊന്നും പ്രവാചകൻ വന്ന് പറഞ്ഞു തന്നതല്ല, വേദഗ്രന്ഥത്തിലൂടെ ലഭ്യമായതല്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊട്ടും ശരിയല്ലാത്ത കാര്യമാണ് എന്നാണ്. ഈ വേദഗ്രന്ഥത്തെ വെറും കടലാസ് തുണ്ടുകളാക്കി മാറ്റാനുള്ളത് പല മനുഷ്യരും കാണില്ലേ? ഖുർആൻ ഒരു വിലയും കൊടുക്കാത്ത ആളുകൾ, അതിങ്ങനെ വെറും കടലാസിന്റെ വില മാത്രം നൽകുന്ന ആളുകൾ, എന്താണ് അതിൽ പറഞ്ഞത് എന്ന് കൃത്യമായി ബോധ്യപ്പെടാൻ വേണ്ടി ശ്രമിക്കാത്ത ആളുകൾ, അങ്ങനെ പലരെയും കാണുന്നില്ലേ? അതേപോലെ തന്നെയാണ് ഈ യഹൂദികളുടെയും കഥ. മൂസാ നബി കൊണ്ടുവന്ന ഗ്രന്ഥത്തിൽ ചിലത് അവരൊക്കെ വെളിവാക്കും, ചിലതൊക്കെ പറഞ്ഞു കൊടുക്കും, വേറെ ചിലതൊക്കെ മറച്ചു വെക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് അവർക്കുള്ളത്. അങ്ങനെ ചെയ്യുന്നവരെയാണ് ഈ ഗ്രന്ഥത്തെ വെറും കടലാസുകളാക്കി മാറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഖുർആനോട് ഒന്ന് ഉപമിച്ചു നോക്കൂ. നമ്മൾ ഖുർആനിൽ നിന്ന് നമുക്കിഷ്ടമുള്ളത് എടുക്കുന്നു, നമുക്കിഷ്ടമല്ലാത്തത് തള്ളിക്കളയുന്നു. ആവശ്യമുള്ളപ്പോ ചില ഖുർആന്റെ ആളുകളായി മാറുന്നു, വേറെ ചിലപ്പോൾ ഖുർആനിനെ പറ്റി അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നു. അങ്ങനെയുള്ള ജീവിത ശൈലി സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഖുർആനിന്റെ വക്താക്കളാണ് എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. അവർ ഖുർആനിനെ വെറും ഖിർത്താസുകളാക്കി, കടലാസുകളാക്കി മാത്രം മാറ്റിയ ആളുകളാണ്. അതിന്റെ വിലയെ അവർ ഈ ഖുർആനിൽ നൽകുന്നുള്ളൂ, വേദഗ്രന്ഥത്തിന് നൽകുന്നുള്ളൂ എന്നാണ് ഇതിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോ അവരുടെ ഈ വാദഗതികൾക്ക് പകരമായി ഇതുപോലെയുള്ള ചില ചോദ്യങ്ങൾ അവരോട് ചോദിക്കുക, എന്നിട്ട് റസൂലെ നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോയിക്കോളി, അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുകയും ചെയ്തേക്കൂ. സുമ്മദർഹും, പിന്നെ അവരുടെ പാട്ടിന് വിട്ടേക്കൂ. ഫീ ഖൗലിഹിം, അവരുടെ വിനോദത്തിലും കളിയിലും, യൽഅബൂൻ, അവരങ്ങനെ കളിച്ചുകൊണ്ടിരുന്നോട്ടെ, അവരങ്ങനെ അങ്ങോട്ട് വിട്ടേക്കൂ എന്നാണ്. ഇതിനു മുമ്പും ഈ സൂറത്തിൽ ഇങ്ങനെയുള്ള രണ്ട് പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അത് ഓർത്തു നോക്കൂ നിങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന്. വൈദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ, നമ്മുടെ ആയത്തുകളെ കളിയും വിനോദവുമാക്കുന്ന, ഒരുതരം തമാശയാക്കുന്ന, പുച്ഛമാക്കുന്ന ആളുകളെ കണ്ടാൽ ഫഅരിൽ അൻഹും, അവരെ പാടെ വിട്ടേച്ചുകൊണ്ട് നിങ്ങൾ വേറെ പോകണം, മാറിപ്പോകണം, അവരുടെ കൂടെ ഇരിക്കരുത്, അവരുടെ കൂട്ടത്തിൽ ആളാകരുത്. ഖുർആനിനെ കളിയാക്കുന്ന, അല്ലാഹുവിന്റെ ആയത്തുകളെ കളിയാക്കുന്ന, നിസ്സാരമാക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടാൽ അവരിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകണേ. ഹത്താ യഖൂലൂ ഫീ ഹദീസിൻ ഗൈരിഹി, മറ്റെന്തെങ്കിലും വർത്തമാനങ്ങൾ, ഇവിടെ പടച്ചോനെ കളിയാക്കുക, പടച്ചോന്റെ വേദഗ്രന്ഥത്തെ കളിയാക്കുക, അങ്ങനെ ഉള്ള ഒരു സദസ്സിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെട്ടാൽ അതിൻ്റെതായ ഗൗരവം വേണം. മറിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് മോശമായി പറയുന്ന എന്തെങ്കിലും രംഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ആളാകരുത്, നിങ്ങൾ അതിൽ പങ്കാളിയാകരുത്. അവർ മറ്റെന്തെങ്കിലും നാട്ടുവർത്തമാനം പറഞ്ഞാലും നിങ്ങൾക്ക് അവരുടെ കൂടെ ഇരിക്കാം. ഈ ഹദീസിലെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയ വിഷയ വീണ്ടും സൂറത്തുൽ അൻആമിൽ തന്നെ പറഞ്ഞു വേറൊരു കാര്യമുണ്ട്. വദരില്ലദീന തഖദൂ ദീനഹും ലഇബൻ വലഹുവ, തങ്ങളുടെ മതത്തെ ഒരുതരം കൊട്ടും കുരവയും കളിയും വിനോദവും ഒക്കെയാക്കി മാറ്റിയ ആളുകളുണ്ട്. മതം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറെ കൊട്ടിപ്പാടണം, കുറെ കളിക്കണം, കുറെ വിനോദിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആചാരങ്ങളും ആഭാസങ്ങളും ഒക്കെയായി ഈ മതത്തെ കൊണ്ടു നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളെ കണ്ടാൽ അതേപോലെ ഹയാത്തുദ്ദുനിയ, ഐഹിക ജീവിതം അവരെ വല്ലാതെ അങ്ങ് അതിൽ ആണ്ട് കിടക്കുകയാണ്, അവരെ ആ ജീവിതം അവരെ വഞ്ചിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെയും കണ്ടാൽ
അവരെയും തന്നെ അവരുടെ ഹൗലിൽ യൽഅബൂൻ, അവരുടെ ആ ഹൗലിൽ, ആ വിനോദത്തിൽ അവരങ്ങനെ കളിച്ച് നടന്നോട്ടെ, പ്രവാചകരെ നിങ്ങളത് അത്ര കാര്യാക്കണ്ട, നിങ്ങൾ അതിലോട്ട് പോകരുത് എന്ന് പറഞ്ഞ 2 ആയത്തുകൾ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് അതേപോലെയുള്ള മൂന്നാമത്തെ ഒരു ഭാഗമാണ്. അതാരെ സംബന്ധിച്ചാണ്? ഇവിടെ വേദഗ്രന്ഥ അള്ളാഹുവിന്റെ വഹ്യ് അന്ത്യപ്രവാചകന് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോട് കാര്യം പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അവരിൽ നിന്ന് വിട്ടകന്നേക്കൂ എന്നാണ്. അല്ലാതെ എന്റെ പിന്നാലെ അവര് തടഞ്ഞു കൂടേണ്ട ആവശ്യമല്ല എന്ന് കൃത്യമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധ്യപ്പെടുത്തുന്ന ഒരു വലിയ ആയത്താണ്. അടുത്ത ആയത്തിലേക്ക് പോകാൻ ഇന്ന് സമയം കിട്ടിയിട്ടില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തി സത്യവിശ്വാസികളായി കഴിയാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തന്ന് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മഴയില്ലാതെ ബുദ്ധിമുട്ടുന്ന നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രദേശങ്ങളിലും അള്ളാഹു ശാന്തമായ മഴ നൽകി എല്ലാവിധ ചൂടിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വെള്ളമില്ലാത്ത അവസ്ഥകളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവെ, ശാന്തമായ മഴ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കരുമേ. ഞങ്ങളുടെ കാലാവസ്ഥകളിൽ നല്ല രൂപത്തിലാക്കി തീർക്കുമാറാകണേ. പടച്ചവനെ, നിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുമാറാകണേ. പടച്ചവനെ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരികയും ഞങ്ങൾക്ക് നീ അനുഗ്രഹങ്ങൾ നിരന്തരമായി പ്രത്യേകിച്ച് മഴ നൽകി ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളിൽ നിന്ന്, അത്തരം ഭരണാധികാരികളിൽ നിന്ന്, അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന്, അവരുടെ വർഗീയമായ സ്വഭാവങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാത്തരം ആളുകളെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അവരുടെ കൈകളിൽ ഞങ്ങളുടെ അധികാരം നീ ഏൽപ്പിക്കരുത്. ഞങ്ങളോട് കരുണ കാണിക്കാത്ത, നിന്നെ ഭയപ്പെടാത്ത ആളുകൾക്ക് പടച്ചവന് നീ അധികാരം നൽകരുത്. തമ്പുരാന്, പടച്ചവനെ, രാജ്യത്തിന്റെ അവസ്ഥകൾ നീ നന്നാക്കി തീർക്കുമാറാകണേ. ഫലസ്തീനിലെയും അതേപോലെയുള്ള പ്രദേശങ്ങളിലുമൊക്കെ പാവങ്ങളായ മുസ്ലിംകളെ, അവരുടെ കുഞ്ഞുങ്ങളെ, അവരുടെ സ്ത്രീകളെ ഒക്കെ ചുട്ടുകൊല്ലുന്ന, അവർക്ക് നേരെ അക്രമങ്ങൾ അടിച്ചുവിടുന്ന ക്രൂരരായ ഭരണാധികാരികളിൽ നിന്ന്, അവരുടെ കിങ്കരന്മാരിൽ നിന്ന്, ആളുകളിൽ നിന്ന് പടച്ചവനെ നീ ലോകത്തെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. പടച്ചവനെ, ഞങ്ങളെ സ്വർഗത്തിന്റെ അഹിലുകാരാക്കി തീർക്കുമാറാകണേ. നിന്റെ ഖുർആനിന്റെ ആളുകളാക്കി തീർക്കുമാറാകണേ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളെയും നീ അനുഗ്രഹിക്കുമാറാകണേ. പടച്ചവനെ, ഞങ്ങൾ അറിയുന്നതും മനസ്സിലാക്കുന്നതുമായ നന്മകൾ, അവരുടെ പുണ്യം, അവർ ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്ന നല്ല കാര്യങ്ങളുടെ ഫലമായിട്ടാണ്. അല്ലാഹുവേ, നീ അവർക്കും പ്രതിഫലം നൽകുമാറാകണേ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടുമാറാകണേ. രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നൽകുമാറാകണേ. ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ സന്താനങ്ങളിലുമൊക്കെ നീ ബർക്കത്ത് നൽകുമാറാകണേ. ഞങ്ങളുടെ സമ്പാദ്യങ്ങളിൽ നീ ബർക്കത്ത് നൽകുമാറാകണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നീ നല്ല ജീവിതവും നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും നല്ല എല്ലാ തരത്തിലുള്ള ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകണേ. ഈമാൻ നൽകുമാറാകണേ. ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുമാറാകണേ. പടച്ചവന് ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന്, പിശുക്കിൽ നിന്ന്, ദുർബലതയിൽ നിന്ന്, അതേപോലെയുള്ള മോശമായ എല്ലാ തരത്തിലുള്ള സ്വഭാവങ്ങളിൽ നിന്നും ഞങ്ങളെ നീ ഓരോരുത്തരെയും രക്ഷപ്പെടുത്തുമാറാകണേ. ഞങ്ങൾക്ക് ജീവിതത്തിൽ നൽകപ്പെടുന്ന ഏതേത് നന്മകളാണെങ്കിലും, വിദ്യാഭ്യാസമായിരുന്നാലും ജ്ഞാനമായിരുന്നാലും സമ്പത്തായിരുന്നാലും സൗകര്യങ്ങളായിരുന്നാലും എല്ലാം തന്നെ നാളെ പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ അതിനെ ഉപയോഗിക്കാൻ അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ അവസരം നൽകി അനുഗ്രഹിക്കുമാറാകണേ. കഴിഞ്ഞ ദിവസങ്ങളിലായി ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ പലതരത്തിലുള്ള പണ്ഡിതന്മാർ, നേതാക്കൾ, സാധാരണക്കാർ, ഞങ്ങളുടെ സഹോദരങ്ങൾ, സഹോദരികൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കുമാറാകണേ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين وجزاكم الله خير.